ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ പതഞ്ഞ് പൊങ്ങിയ ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ്. ടിപ്പ് കൂടി കാണാം. നമ്മുടെ കിച്ചണിലൊക്കെ തുടക്കുന്ന തുണികളൊക്കെ ഇതേപോലെ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ടും ബാക്ടീരിയ ഒക്കെ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ തുണിയിട്ട് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് തന്നെ നമ്മളുടെ ആ ഒരു തുണിയൊക്കെ കഴുകിയെടുക്കാം. അതേപോലെ നമ്മളുടെ കുക്കറൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ്. അതിലൊക്കെ കറൊക്കെ പിടിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഉരക്കാതെയും തേക്കാതെയും തന്നെ ഈസി ആയിട്ട് കഴുകിയെടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതും നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്ട് തന്നെ നമുക്കിത് കഴുകിയെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ അഴുക്കും എല്ലാ കറയും ഇളകി വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഞാനത് ആ തുണികളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് എല്ലാം കഴുകിയെടുക്കാം. പിന്നെ അത് പുറത്തേക്ക് കൊണ്ടുപോയി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാം. അതേപോലെ നമ്മൾ കിച്ചണിലൊക്കെ കഴുകുന്ന തുണികളിലൊക്കെ കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്തിട്ട് കഴുകുന്നത് നല്ലതാണ്. നെഗറ്റീവ് എനർജിക്കും അതുപോലെ അണുബാധക്കൊക്കെ. അപ്പോൾ നമ്മളുടെ തുണിയിലൊക്കെ വല്ല ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഏറ്റവും നല്ലതാണ് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ തുണി കഴുകുമ്പോൾ ഇതേപോലെയാണ് കഴുകുക. അത് ഡ്രസ്സായാലും കഴുകുമ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കും. വേർപ്പ് നാറ്റവും അതുപോലെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വല്ല ബാക്ടീരിയ ഉണ്ടെങ്കിലൊക്കെ പൊക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നമ്മളുടെ കുക്കറും കുറച്ച് നേരം മാറ്റി വെച്ചപ്പോൾ തന്നെ അതിലത്തെ കറയൊക്കെ ഇളകി പോരുന്നുണ്ട്. ഇനി അതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ കിച്ചണിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പാത്രത്തിലെ കറ കളയാനും അതേപോലെ തുടക്കുന്ന തുണികളൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം. നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. എനിക്കിത് ഒരുപാട് ഉപകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല അടിപൊളി ഇഡലി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് അരിയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് അരിയിലേക്ക് 1 കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഉഴുന്ന് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി 6-7 മണിക്കൂർ ഒന്ന് കുതിർത്താൻ. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനിപ്പോൾ മിക്സി ചൂടാവുമ്പോൾ ഇനി മാവ് കൂടെ ചൂടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഇനി നമുക്ക് ഇഡ്ഡലി മാവ് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടുത്തെയൊക്കെ കാലാവസ്ഥ ഇപ്പോൾ തണുപ്പ് സീസണാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ അരി അരക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് നമ്മളുടെ മാവ് അരക്കണം. അതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ 4 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന് കൂടെ ചേർക്കുക. ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഇഡലി മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഇഡലി കല്ലാവേ അതേപോലെ പതഞ്ഞ് പൊങ്ങാതിരിക്കുക, സോഫ്റ്റ് ആവാതിരിക്കില്ല. ഇനി 1 കപ്പ് ചോറ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മളുടെ കുഴയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് നന്നായിട്ട് ഈ ഒരു കുഴ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ള് നമുക്ക് ഈ ഒരു ഇഡ്ഡലി നമ്മുടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കുക്കറിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കുക്കറിൽ എന്തായാലും പൊങ്ങി ആകെ നാശമാവും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വേറെയും മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ രണ്ടും നമുക്ക് മാറ്റി വെക്കാം. ഏതാണ് പൊങ്ങി വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതാ നന്നായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുകയും ചെയ്യും. അതുപോലെ നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ.
ഇവിടെയൊക്കെ നല്ല തണുപ്പ് കാലാവസ്ഥയാണ്. തീരെ ഇഡ്ഡലി മാവൊന്നും പൊങ്ങി വരേണ്ട ചാൻസ് ഇല്ല. പക്ഷേ നമ്മുടെ മാവ് പാത്രത്തിൽ വെച്ചത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, കുക്കറിൽ വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇഡ്ഡലി പൊങ്ങി വരാത്തവർക്കും കല്ല് പോലെ ആവുന്നവർക്കൊക്കെ ഈ ഒരു ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു നുള്ളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മളുടെ ഇഡ്ഡലിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ തണുപ്പ് കാലമായാലും ചൂട് കാലമായാലും നമ്മൾ ഇതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.